നമസ്കാരം. ആദിത്യൻ്റെ കൃപ ജാതകവശാൽ അനുഭവത്തിൽ വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ജ്യോതിഷത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ആദിത്യൻ അഥവാ സൂര്യൻ എന്ന് പറയുന്നത്. ഗ്രഹങ്ങളുടെ രാജാവായാണ് സൂര്യനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മനോബലം, അഹംഭാവം, അധികാരം, നേതൃത്വ ഗുണം എന്നിവയുടെ പ്രതീകമാണ് ആദിത്യൻ. ആത്മീയമായും ജ്യോതിഷപരമായും എല്ലാവരുടെയും ജീവിതത്തിൽ ആദിത്യന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ് സൂര്യൻ എന്ന ദേവത. ആദിത്യദേവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതം ഊർജ്ജസ്വലവും സജീവവുമാകുന്നതാണ്. മനോബലവും സ്വയംബോധവും ഉണ്ടാകും. സവിശേഷമായ നേതൃത്വ ഗുണം ഇവർക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും പ്രചോദിപ്പിക്കുവാനും സാധിക്കും. ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാനും ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുവാനും ഇക്കൂട്ടർക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ യഥാവിധി സൂര്യനെ ഭജിച്ചാൽ ആത്മീയ വളർച്ചയും ജീവിതത്തിൽ സുഖ സമൃദ്ധിയും ഐശ്വര്യവും നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സമൂഹത്തിൽ സ്വീകാര്യതയും നേടുവാൻ സാധിക്കുന്നതാണ്. 12 രാശികളിൽ 3 രാശികൾക്ക് സൂര്യൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. സൂര്യൻ്റെ അനുഗ്രഹത്തോടെ ഇവർ ആഗ്രഹിച്ച തൊഴിൽ നേടുകയും തൊഴിലിൽ തിളങ്ങുകയും നിരവധിയായ ഗുണ അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ആരെല്ലാമാണ് ആ 3 രാശിക്കാർ അഥവാ നക്ഷത്രക്കാർ എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ്. ജ്യോതിശാസ്ത്ര പ്രകാരം മേടം രാശി സൂര്യന് പ്രിയപ്പെട്ട രാശിയാണ്. ഈ രാശിക്കാർക്ക് എപ്പോഴും സൂര്യദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. ഇവർ എപ്പോഴും മനസ്സിന് ഇണങ്ങിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നവർ ആയിരിക്കും. അതുപോലെ തന്നെ അധ്വാനത്തിന് അർഹിക്കുന്ന ഫലവും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇവർ സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഉത്സാഹികളും ഊർജ്ജശാലികളും ആയിരിക്കും. ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളും സമാധാനത്തോടുകൂടി നേരിടുവാൻ ഇവർക്ക് സാധിക്കും. ആരോഗ്യത്തിലും ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. അടുത്ത ഒരു രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ്. ജ്യോതിശാസ്ത്രം അനുസരിച്ച് സൂര്യദേവൻ്റെ മറ്റൊരു പ്രിയരാശിയാണ് ചിങ്ങം രാശി. സൂര്യൻ്റെ സ്വരാശി കൂടിയാണ് ചിങ്ങം. അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ചവർക്ക് ജനനം മുതൽ സൂര്യദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. ഇവർക്ക് അപാരമായ നേതൃത്വ ഗുണം ഉണ്ടായിരിക്കും. എന്നാൽ എവിടെ ചെന്നാലും ധൈര്യത്തോടെ മുൻപിൽ നിൽക്കാനും മറ്റുള്ളവരെ നയിക്കുവാനും ഇവർക്ക് സാധിക്കും. ഒരിക്കലും ഇവരുടെ ആത്മവിശ്വാസത്തിൽ കുറവ് സംഭവിക്കുകയില്ല. മാത്രവുമല്ല, സാമ്പത്തികമായും ഇവർ വളരെ ശക്തരായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രയാസവും ഇവർക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. കരിയറിൽ ഇവർ ആഗ്രഹിച്ച തരത്തിലുള്ള വളർച്ചയും വരുമാനവും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ധനു രാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രജാതരാണ്. ജ്യോതിശാസ്ത്രമനുസരിച്ച് ധനു രാശി സൂര്യന് വളരെ വേണ്ടപ്പെട്ട രാശിയാണ്. ഈ രാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെ പ്രത്യേകമായ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ബിസിനസ്സുകാരായ ധനുരാശിക്കാർ സാമ്പത്തികമായി വളരെയധികം ലാഭം കൊയ്യുന്നവരായിരിക്കും. ജനനം ഇടത്തരം കുടുംബത്തിലാണെങ്കിലും പരിശ്രമിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നേറുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് മികച്ച കഴിവുകൾ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.